സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈനാൻസ് പേ ആണ്. ബൈനാൻസ് പേ ഒരുപാട് ആളുകളും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ട്രേഡിംഗ് ചെയ്യാത്തവരും ഈ ബൈനാൻസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് ഈ ബൈനാൻസ് പേ എന്ന് പറയുന്നത്. നമ്മൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി ഇടപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ബൈനാൻസ് പേ. ഇതെന്തിനാണ് നമ്മൾ ഫോറക്സ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്, ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ബൈനാൻസ് പേ എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടും കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ബൈനാൻസ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് എന്തിനാണ് ബൈനാൻസ് പേ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ബൈനാൻസ് പേ എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞു. നമ്മൾ എക്സ്ചേഞ്ച് ആണ്, ഒരു ക്രിപ്റ്റോ കറൻസികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഈ ബൈനാൻസ് പേ. ഇത് നമ്മൾ ഫോറക്സ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ് വിഡ്രോ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ബൈനാൻസ് പേ. അപ്പോൾ ബൈനാൻസ് പേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ബ്രോക്കറിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതുപോലെ അവിടെ നിന്ന് വിഡ്രോ അടിക്കുന്നതും ഉൾപ്പെടെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ബൈനാൻസ് പേ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം ഇതിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും പഠിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇത് ക്രിപ്റ്റോ ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റായി പോകില്ല. നിങ്ങൾക്ക് എന്തായാലും 100% നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ഡെപ്പോസിറ്റ് ചെയ്യാം, നമ്മുടെ ബ്രോക്കറിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്സ് ഇതിലേക്ക് വിഡ്രോ അടിക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം, ഫണ്ടഡ് അക്കൗണ്ടിൽ പേ ഔട്ടും എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. എന്നിട്ട് നമ്മുടെ ഈ ബൈനാൻസ് പേ എന്നാണ് നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ INR ആക്കി മാറ്റുന്നത്. സോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ മെയിനായിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ് USD എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബൈനാൻസിലേക്ക് വരുന്ന സമയത്ത് അത് USD അല്ല, USDT ആണ്. USDT എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. USDയും USDTയും ഏകദേശം സെയിം ആണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ USDയിൽ കയറുന്ന സമയത്ത് നമുക്ക് ബൈനാൻസിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. USDയിൽ തന്നെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട്. ഓക്കെ, ഇതിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് USDT ആണ്. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഡോളേഴ്സിലാണ്. അപ്പോൾ USDTയിൽ തന്നെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു 4 നെറ്റ്വർക്ക് എടുത്തിട്ടുണ്ട്. BEP20, അതുപോലെ TRC20, അതുപോലെ ERC20, അതേപോലെ പോലിഗൺ എന്ന് പറഞ്ഞിട്ട് 4 നെറ്റ്വർക്കുകൾ എടുത്തിട്ടുണ്ട്. ഇത് USDയിൽ പെട്ടിട്ടുള്ള നെറ്റ്വർക്കുകളാണ്. ഓക്കെ, അതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് TRC20. ഇതിൽ ഫീസ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു $1.5 ഒക്കെ ചിലപ്പോൾ ഇവർ ഫീസ് പിടിക്കും. സോ ഫീസ് കുറവുള്ള വേറെയും നെറ്റ്വർക്കുകളുണ്ട്. കുറച്ചുകൂടെ സേഫ് TRC ആയതുകൊണ്ടാണ് ഞാനത് വരെ ചെയ്യുന്നത്. സോ പോലിഗണൊക്കെ നമുക്ക് ഫീസ് കുറവുള്ള ഒരു നെറ്റ്വർക്കാണ്. സോ ഇതിലുള്ള ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ നെറ്റ്വർക്കുകൾ, പിന്നെ വേറെയും ഒരുപാട് നെറ്റ്വർക്കുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഈ നെറ്റ്വർക്കുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ഡെപ്പോസിറ്റ് വിഡ്രോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെറ്റ്വർക്ക് വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ
സോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ USDT കൊടുക്കുന്നു. ബൈനാൻസ് പേ ഒരിക്കലും കൊടുക്കരുത്. ഡെപ്പോസിറ്റ് ഓപ്ഷൻ കയറി USDT കൊടുക്കുമ്പോൾ അപ്പോൾ അവർ ചോദിക്കും ഏത് നെറ്റ്വർക്ക് വഴിയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ TRC20 ഞാൻ കൊടുത്തു. TRC20 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ബൈനാൻസിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ വിഡ്രോ അടിക്കേണ്ടത് TRC20 വഴിയായിരിക്കും. കാരണം ഒരു നെറ്റ്വർക്ക് വഴിയായിരിക്കും നമ്മൾ വിഡ്രോയിൽ ഡെപ്പോസിറ്റും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രോക്കറിൽ എങ്ങനെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത്. സോ ബൈനാൻസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സിമ്പിളാണ്. നിങ്ങൾ ഈ നെറ്റ്വർക്കിൽ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. നെറ്റ്വർക്ക് ഏതെങ്കിലും നല്ല ഫീസ് കുറവുള്ള, നല്ല എപ്പോഴും അത്യാവശ്യം പെട്ടെന്ന് നടക്കുന്ന നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുക. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ നോക്കാനുള്ള, നമുക്ക് ഫോറക്സിൽ ചെയ്യുന്ന ആളുകൾക്ക് മെയിനായിട്ട് ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഞാൻ എങ്ങനെ നമ്മുടെ ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ബ്രോക്കറിൽ നിന്ന് വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറയാം. ഇതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതും ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന ഉൾപ്പെടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ ഇതുവരെ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രോക്കർ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, സോ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ്. സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.